ഇതിലേതെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഏതാണ്? അതിനർത്ഥം എന്താണ്? ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. പിശാചിൽ നിന്നും എന്നല്ലേ? മിനശ്ശൈത്വാനി എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നും. മിന്നിന്റെ അർത്ഥം എന്തായിരുന്നു? ഇൽ നിന്നായിരുന്നു അല്ലേ? മിനശ്ശൈത്വാനി, ഷൈത്വാനിൽ നിന്നും, പിശാചിൽ നിന്നും. ഓക്കെ അല്ലേ? അടുത്ത ഉദാഹരണം നോക്കാം നമുക്ക്. അടുത്ത ഉദാഹരണം നോക്കാം. ഏതാണ് അടുത്ത ഉദാഹരണം? നസ്റും മിനല്ലാഹി വഫതഹുൻ ഖരീബ്. അവിടെയും മീനുണ്ട് അല്ലേ? അതെന്താണെന്ന് അറിയോ? നസ്റും മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള സഹായം. നസ്റും മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള സഹായം. മീനിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? മിനല്ലാഹി, മിനല്ലാഹി കസ്റ് കൊടുത്തല്ലേ? അതെന്ത് പേരെന്ന് പറയുന്നു? അതിന് പേരുണ്ട്. എന്താണ്? ജർ അല്ലേ? മിനല്ലാഹി. റാഹിബുൻ ഇലൽ മദ്രസത്തി, റാഹിബുൻ ഇലൽ മദ്രസത്തി. ഇലയുടെ അർത്ഥം എന്തായിരുന്നു? നന്നായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇലൽ ബൈത്തി എന്ന വീട്ടിലേക്ക്. ഓക്കെ അല്ലേ? അടുത്ത താരം നോക്കൂ. മുസല്ലി ലില്ലാഹി തആല, മുസല്ലി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നമ്മൾ തൊട്ടും എന്താണ് അവിടെ പറഞ്ഞത്? ലീക്ക് വേണ്ടി എന്നർത്ഥമുണ്ട്. നോട്ട് ചെയ്യുന്നില്ലേ? മനസ്സിലാക്കുന്നില്ലേ? ഓക്കെ, ഒരർത്ഥം കൂടി പറയാനുണ്ട് കേട്ടോ. ലീക്ക് എന്റെ അർത്ഥം എന്തായിരുന്നു അല്ലേ? ആ കസ്റ് കൊടുത്താൽ അതിനാണ് ജർ എന്ന് പറയുന്നത്. അടുത്തത് എപ്പോഴും ഫാത്തിഹ ഓതാറില്ലേ? നിർബന്ധമാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ നിർബന്ധമായി പാരായണം ചെയ്യൂലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ അല്ലാഹുവിനാകുന്നു എന്നാണ് ഇവിടെ ലാം. മൂന്നർത്ഥം പറഞ്ഞല്ലേ? ലാം വരും. ഓക്കെ ആണല്ലോ? ഈ മൂന്നർത്ഥത്തിലും ലാം എവിടെയെങ്കിലും നിങ്ങൾ മിൻ ലി, ഈ മൂന്നിന്റെയും അർത്ഥങ്ങൾ നിങ്ങൾക്കറിയാം. അല എന്നാൽ മുകളിൽ, അനജാലിസുൻ, അനജാലിസുൻ പിന്നെ